രണ്ടാം ഘട്ട ആണവ ചർച്ചയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നാവിക അഭ്യാസം നടത്തി. അതുവഴി പോകുന്ന കപ്പലുകൾക്ക് ഇറാൻ റേഡിയോ സന്ദേശം വഴി മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ വൻ സൈനികാഭ്യാസത്തിന് തുടക്കമിട്ടത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആയിരുന്നു. മേഖലയിൽ അമേരിക്ക വൻതോതിൽ നാവികസേനയെ വിന്യസിച്ച സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സുരക്ഷാ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ഈ യുദ്ധ അഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകത്തെ എണ്ണ ഉൽപാദനത്തിന്റെ 20% കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഒരു ജലപാതയാണ് ഹോർമുസ് കടലിടുക്ക്. ഹോർമുസിലെ ചരക്ക് നീക്കം തടയുമെന്ന് ഇറാൻ നേരത്തെ പലതവണ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. വിപ്ലവ ഗാർഡ് തലവൻ ജനറൽ മുഹമ്മദ് പക്പൂരിന്റെ മേൽനോട്ടത്തിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നത്. ഏത് അടിയന്തര സാഹചര്യത്തെയും വേഗത്തിൽ പ്രതികരിക്കാനുള്ള IRGCയുടെ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നാണ് പറയുന്നത്. ഒമാന്റെ മധ്യസ്ഥതയിൽ ജനീവയിൽ ഇന്നാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള പുതിയ റൗണ്ട് ചർച്ചകൾ നടക്കുന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 6 ഒമാനിൽ വെച്ചാണ് ഇരു രാജ്യങ്ങളും ചർച്ചകൾ പുനരാരംഭിച്ചത്. കഴിഞ്ഞ ജൂണിൽ ഉണ്ടായ ഇറാൻ-ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് നയതന്ത്ര ബന്ധങ്ങൾ തകർന്നതിന് ശേഷം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. അന്ന് ഇസ്രായേലും അമേരിക്കയും ഇറാന്റെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് വലിയ രീതിയിൽ ആക്രമണം നടത്തിയിരുന്നു. ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേഖലയിൽ വലിയ നാവികപ്പടയെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ജനുവരിയിൽ USS എബ്രഹാം ലിങ്കൻ വിമാനവാഹിനി കപ്പലും അനുബന്ധ യുദ്ധക്കപ്പലുകളും ഗൾഫ് മേഖലയിൽ എത്തിയിരുന്നു. അതിന് പിന്നാലെ USS ജെറാൾഡ് R. ഫോർഡ് എന്ന രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലും ഉടനെ മധ്യേഷ്യയിലേക്ക് എത്തിച്ചേരുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാൻ നടത്തുന്ന സൈനികാഭ്യാസം ഗൾഫ് മേഖലയിൽ വലിയ പ്രാധാന്യത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം ഘട്ട ആണവ കരാർ ചർച്ചയ്ക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ജനീവയിൽ എത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റഫായേൽ ഗ്രോസിയുമായി അരാക്ചി ജനീവയിൽ ചർച്ച നടത്തുകയും ചെയ്തു. ഇന്നത്തെ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് മുന്നോടിയായാണ് റഫായേലും അരാക്ചിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉണ്ടായത്. ഇറാൻ അമേരിക്ക ആണവ ചർച്ചയിൽ തങ്ങളുടെ മധ്യസ്ഥർ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയാണെന്നും അദ്ദേഹവുമായും ചർച്ച നടത്തുമെന്നും അരാക്ചി പറഞ്ഞു. ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി സമയം അനുവദിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ കാണുമെന്ന് കഴിഞ്ഞ ദിവസം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരുന്നു. എത്രയും വേഗം പ്രശ്നം പരിഹരിക്കാനാണിതെന്നും റൂബിയോ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് പൊടുന്നനെ ഇറാനുമായി രണ്ടാം ഘട്ട ചർച്ച പ്രഖ്യാപിക്കുന്നതും ഇറാൻ വിദേശകാര്യമന്ത്രി ജനീവയിലേക്ക് എത്തുന്നതും. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് പരിശോധന നടത്താനുള്ള അനുമതി സംബന്ധിച്ചാണ് ഇപ്പോഴത്തെ കൂടിക്കാഴ്ച. നേരത്തെ ആണവോർജ്ജ ഏജൻസിക്ക് ഇറാൻ അനുമതി നൽകിയിരുന്നെങ്കിലും പിന്നീട് അമേരിക്കയുടെ ഏജന്റായി അവർ പ്രവർത്തിക്കുന്നു എന്നാരോപിച്ച് ഇറാൻ അവരോട് രാജ്യത്തിന് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ചില ആണവ കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങളുടെ പരിശോധനയ്ക്ക് അനുമതി നൽകാമെന്നാണ് ഇപ്പോൾ ഇറാന്റെ പക്ഷം. ഇന്നത്തെ ചർച്ച അവസാന ചർച്ചയാകുമോ എന്നൊരു ആശങ്കയും നിലനിൽക്കുകയാണ്. എങ്കിലും കൈവിട്ട കളിക്ക് അമേരിക്ക ഇറങ്ങിത്തിരിക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടിയും തിരിച്ചടിയുമായി ലോകത്തിന്റെ വളർച്ച തന്നെ മുരടിപ്പിക്കുന്ന ഒരു സംഘർഷത്തിലേക്ക് ഇറങ്ങുന്നത് 2 വട്ടം ആലോചിച്ച് തന്നെയായിരിക്കും. ഒന്നും നഷ്ടപ്പെടാൻ ഇല്ലെന്ന രീതിയിൽ ഉറച്ചു നിൽക്കുന്ന ഇറാൻ എത്രമാത്രം അപകടകാരിയാണെന്ന യാഥാർത്ഥ്യം അമേരിക്ക ഇതിനോടകം മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതേസമയം തന്നെ പടക്കപ്പൽ എബ്രഹാം ലിങ്കനിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്നുയരുന്നുണ്ട്. ശത്രു റഡാറുകളെ കണ്ടെത്തി തകർക്കാനും വ്യോമ ആക്രമണങ്ങൾക്കും ഉള്ളവയാണ് ഈ വിമാനങ്ങൾ. ജനുവരിയിൽ വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടുമ്പോഴോ കഴിഞ്ഞ വർഷം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോഴോ നടത്തിയതിനേക്കാൾ വിപുലമായ തയ്യാറെടുപ്പാണ് നിലവിൽ അമേരിക്ക നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ.